ഗൈസ്, വെൽക്കം ടു ക്യൂഡ് ക്രാഫ്റ്റ്. അപ്പം ഇന്ന് നമുക്കൊരു 3 ക്രാഫ്റ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ്, ഇതൊക്കെയാണ് ഞാൻ ചെയ്തൊരു ബ്യൂട്ടിഫുൾ ജനൽ. അപ്പം നമുക്ക് ചെയ്യാൻ കുറച്ചാണ് ബാക്കിയുള്ളത്. ഇതാണ് ഗൈസ് ഞാൻ ഇന്നലെ ചെയ്ത ജനൽ. അപ്പം ഇനി നമുക്ക് ഇവരെ ചെയ്യണം. ഒരു അടിപൊളി ജനൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ഗൈസ്, ഫസ്റ്റ് തന്നെ നമുക്കൊരു A4 പേപ്പറിൽ പിങ്ക് കളർ കൊണ്ട് വരയ്ക്കാം. ഒരു സ്കെയിൽ എടുക്കുന്നുണ്ട്. നമുക്ക് ഇത് ഇങ്ങനെ കുറച്ച് വര ഇട്ട് കൊടുക്കാം. അപ്പോൾ ഗൈസ്, നമുക്ക് ഇങ്ങനെ വരച്ചിട്ട് ഇതൊക്കെ മുറിച്ച് ചെറുതാക്കണം. അപ്പോൾ ഗൈസ്, ഞാൻ വെട്ടി ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഇനി നമുക്ക് ഇത് ഫെവിക്കോൾ ഇട്ടൊന്ന് ഒട്ടിക്കണം. എന്നിട്ട് ഗൈസ്, നമുക്ക് പോയം എഴുതി കൊടുക്കാം. അങ്ങനെ ഞാൻ ചെയ്തിട്ട് നമുക്കൊരു യെല്ലോ കളർ എടുക്കാം. ഇത് ഞാൻ സിമ്പിളാക്കിയിട്ടോ ഗൈസ് ചെയ്യുന്നത്. അങ്ങനെ ഫുള്ളൊന്നും ഞാൻ ഇതെടുത്തിട്ടില്ല. എന്നിട്ട് എഴുതുന്ന മാതിരി നമുക്ക് ഇങ്ങനെ ഇതിൻ്റെ മുകളിൽ വരയ്ക്കാം. അപ്പോൾ ഒരു ഫുൾ ഇത് തോന്നും. കണ്ടോ? ഇത് സാധനം എല്ലാ സാധനമൊന്നുമില്ല. ഇതിൽ ഞാൻ എല്ലാ സാധനവും പോയിട്ടാണ് ബാക്കിയുള്ളതൊക്കെ ചെയ്തത്. ഇത് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നത് സിമ്പിളാക്കി നല്ല ബ്യൂട്ടിഫുള്ളാക്കി ഇത് ചെയ്യാം. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഗൈസ്, നമുക്കൊരു ലൈറ്റ് ഗ്രീൻ യൂസ് ചെയ്തിട്ട് ഇതിന് മുകളിൽ കൂടി ഒന്ന് എഴുതാം. ഇത് നമുക്ക് ഇഷ്ടപ്പെട്ട പോയമായിട്ടോ ഗൈസ് ഞാൻ എഴുതുന്നത്. അപ്പം ഗൈസ്, ഇപ്പം ഇത് ഇത്ര ആയിക്ക് എടുക്കുന്നുണ്ട്. ഇപ്പം ബാക്കി അപ്പം ഗൈസ്, എന്നിട്ട് നമുക്ക് അടിപൊളി ഒരു സ്റ്റിക്കർ ഇതിൽ നിന്ന് പറിച്ചെടുത്തിട്ട് സ്റ്റിക്കർ ഇതിൽ നിന്ന് പറിച്ചെടുത്തിട്ട് ഒട്ടിക്കാം. അപ്പോൾ ഗൈസ്, ഇനി നമുക്ക് സ്റ്റിക്കർ ഞാൻ സെലക്ട് ചെയ്തു. അപ്പോൾ ഗൈസ്, ഇത് നല്ല നീറ്റായിട്ട് ഇവിടെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെരി നൈസായിട്ട് ഞാൻ ഫുള്ളായിട്ട് ഈ ഒരു ക്രോമി മോഡൽ സ്റ്റിക്കർ ഇത് ഒട്ടിച്ചിട്ടുണ്ട്. ഇവിടെയും ക്രോമി മോഡൽ സ്റ്റിക്കർ, ക്രോമി മോഡൽ സ്റ്റിക്കർ. ഇതൊരു വാട്ടർമെലോൺ ഒരു റാബിറ്റിൻ്റെ ഉള്ളിലുള്ളത്. പിന്നെ ഇവിടെ ഒരു റാബിറ്റ്, പിന്നെ ഇവിടെ ഒരു ക്രോമി മോഡൽ ഹെവിയൂ എഴുതിയിട്ടുള്ളൊരു അടിപൊളി സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിവിടെ കുറച്ച് നൈസായിട്ടുള്ള പോയം എഴുതി കൊടുക്കാം. അപ്പം ഗൈസ്, ഇത്രയും ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യും. ഫണ്ണി. അപ്പം ഗൈസ്, ഇനി നെക്സ്റ്റ് നമുക്ക് സ്കൂളിലേക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ നോട്ട് പേഡ് ഉണ്ടാക്കാം. അപ്പം ഒരു A4 ഷീറ്റ് ഗൈസ് ഞാൻ 4 ഭാഗവുമാക്കി മടക്കി ഇങ്ങനെ നൂർത്താൻ നമുക്ക് ഗൈസ്. എന്നിട്ട് അത് നിങ്ങൾ കണ്ടോ, 4 ഭാഗം. ഇപ്പം നമുക്ക് 9 പേജാണ്. അപ്പം ഒരു നോട്ട് പേഡിനാണ് എത്തിച്ചിട്ടുള്ളത്. അപ്പം ഇനി നമുക്ക് ഇതിന് കുറച്ച് ഡിസൈൻ കൊടുക്കാം. അപ്പോൾ ഗൈസ്, ഇനി നമുക്കിവിടെ ഒരു പാരഗ്രാഫ് എഴുതാം. ഇനി നമുക്ക് കുറച്ച് ഡിസൈനൊക്കെ കൊടുത്ത് ഇതിന് ഫണ്ണിയാക്കാം. നോട്ട് പാഡ്. ഖുർആൻ എടുക്കുക.
അപ്പോൾ ഗൈസ് ഇനി നമുക്ക് ഇവിടെ ഗമ്മ് ആക്കി കൊടുക്കാം. ഇത് നല്ലോണം ഗമ്മാക്കി കൊടുത്താലേ ഗൈസ് നമുക്ക് നന്നായിട്ടൊരു പറിച്ച് ഒട്ടിക്കാനൊക്കെ പറ്റും. ഗൈസ് ഞാൻ സൈഡ് കട്ട് ചെയ്തപ്പോൾ അത്യാവശ്യത്തിന് കുളമൊക്കെ ആയിട്ടുണ്ട്. അതിന് നമുക്കിത് കുറച്ച് നേരം ഒതുങ്ങി കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടെ ഒട്ടിക്കാം. എങ്ങനെയുണ്ട് എൻ്റെ നോട്ട് പേര്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം. ഉണ്ടോ ഗൈസ്? ഇത് എത്ര വിളിക്കാൻ നോക്കിയാലോ അങ്ങനെ കിട്ടത്തില്ല. ഒരു അത്യാവശ്യത്തിന് കിട്ടും. ഇതാ ഇവിടെയൊക്കെ ഞാൻ ചെയ്തൊരു വേസ്റ്റാണ് നിങ്ങൾ കാണുന്നത്. നമുക്കൊരു ഹോം മെയ്ഡ് അടിപൊളി സ്കൂളൊക്കെ തുറക്കുകയല്ലേ, അപ്പം നമുക്ക് ഉപയോഗപ്പെടുന്നൊരു അടിപൊളി കാര്യം ചെയ്യാം. അപ്പം എന്നിട്ട് ഗൈസ് നമുക്കിത് ഇങ്ങനെ ചെയ്തിട്ട് നമുക്കിവിടെ ഫസ്റ്റ് സ്റ്റെപ്പ്, സെക്കൻഡ് സ്റ്റെപ്പ്, തേർഡ് സ്റ്റെപ്പ്, 5 സ്റ്റെപ്പ്, 6th, 7th ഇത്ര പേരിൽ കൊള്ളുന്നുള്ളൂ. ബാക്കി നമുക്ക് പിന്നീടാം. അപ്പം നമുക്ക് ഓരോന്നൊക്കെ ചെയ്യാം. അപ്പോൾ ഗൈസ് ലാസ്റ്റത്തെ പോയം കേട്ടോ ഗൈസ് ഇത്. അപ്പം നമ്മൾ 6 o'clock മോർണിംഗ് ചെറുതാണ് ക്ലാക്ക് ദിസ് ഈസ് ഫ്രഷ്. പിന്നെ നമ്മൾ സ്റ്റഡി ഫോർ സ്കൂൾ, ബ്രഷ് ഫോർ ദ സ്കൂൾ, ഫോർ യു ഗെറ്റ് ഓഫ് ചെയ്യും അങ്ങനെ ഓരോന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിന് അത്യാവശ്യത്തിന് ടിക്കറ്റ് കൊടുത്താൽ മതി. ഇപ്പം ഞാൻ ചെയ്യാത്തത് കൊണ്ട് ഞാൻ ടിക്കറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് ഇവിടെ ഇങ്ങനെ ബോക്സ് വെച്ച് വെക്കാം. അപ്പം ഇവിടെ അങ്ങനെ ബോക്സും ഉണ്ട്. അപ്പം ഗൈസ് നമുക്ക് ഓരോന്നിങ്ങനെ ഇതിൽ എഴുതി കൊടുക്കുക. പിന്നെ ചുമ്മാ എൻ്റെ ഒരു പൊട്ടത്തരായിട്ട് ഗൈസ് ഇതിൽ ഇരുന്നത് ഇത് എന്ന് ചോദിക്കരുത്, എനിക്കറിയില്ല. പാട്ടൊക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു മോഡലിന് വേണ്ടിയിട്ട് ഗൈസ് ഞാൻ ഇങ്ങനെ ഇരുന്നത്. ഇത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾ എഴുതിക്കുക. ഞാൻ നേരത്തെ നിങ്ങൾക്ക് വായിച്ചു തന്നില്ല ഗൈസ്. അതേമാതിരി ഞാൻ വായിച്ചു തരാം നിങ്ങൾക്ക്. ജസ്റ്റ് അത് കഴിഞ്ഞിട്ടോ ഗൈസ് അതങ്ങനെ ഫിൽ നമുക്ക് ഇതിലോട്ട് വരാം. അപ്പോൾ ഗൈസ് എൻ്റെ 3 ക്രാഫ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്ന ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.